Earn Marks, your perfect learning partner. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് എ പെയർ ഓഫ് ടെസ്റ്റസ് വരുന്നുണ്ട്. ടെസ്റ്റസിൽ നിന്നാണ് ആര് റിലീസ് ചെയ്യുന്നുണ്ടാവുക? സ്പേംസിന്റെ റിലീസ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, 2 ടെസ്റ്റസ് വരുന്നുണ്ട്. ഇതാണ് ടെസ്റ്റസ് എന്ന് പറയുന്നത്. എ പെയർ ഓഫ് ടെസ്റ്റസ് വരുന്നുണ്ട്. ഈ ടെസ്റ്റസിനെ കണക്ട് ചെയ്യുന്ന ആരിലോട്ട് കണക്ട് ചെയ്യുന്നത്? സെമിനൽ വെസൈക്കിൾ എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിലോട്ട് കണക്ട് ചെയ്യുന്ന വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. പിന്നെ സെമിനൽ വെസൈക്കിൾസിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതായത് ടെസ്റ്റസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ പിന്നീട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പറയുന്ന സെമിനൽ വെസൈക്കിൾസിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ എപ്പോഴാണോ നീഡ് വരുന്നത് ആ സമയത്ത് ഈ സെമിനൽ വെസൈക്കിളിന്റെ ഉള്ളിൽ നിന്നായിരിക്കും ആരിനെ റിലീസ് ചെയ്യുന്നുണ്ടാവുക? സ്പേംസിനെ റിലീസ് ചെയ്യുന്നുണ്ടാവുക. റിലീസ് ത്രൂ എ സ്ട്രക്ചർ നോൺ ആസ് ഇജാക്കുലേറ്ററി ഡക്ട്. ഓക്കെ, ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ ആയിരിക്കും ഇത് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ ഏനൽ പോർഷനിലായിട്ട് അവർക്ക് 2 ഫാലോമിയർ വരുന്നുണ്ട്. ഫാലോമിയറിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഗൊണാപ്പോഫൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഗൊണാപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെമിനൽ ഗൊണാപ്പോഫൈസിസ് അല്ലെങ്കിൽ ഫാലോമിയർ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ട്രക്ചേഴ്സ് ആണ് ഇതിന്റെ സൈഡിലായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരാൾ വരുന്നുണ്ട്. ചില ഗ്ലാൻഡുകളും കൂടെ വരുന്നുണ്ട്. ഇതാ ഗ്ലാൻഡ് സച്ച് ആസ്, ഒരു മിനിറ്റ്, ചില ഗ്ലാൻസ് വരുന്നുണ്ട്. അതിവിടെ ചിലതൊന്നും കൊടുത്തിട്ടില്ല. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്പേംസിന്, സെമിനൽ വെസൈക്കിൾസ് നിന്ന് റിലീസ് ചെയ്യുന്ന സ്പേംസിന് നറിഷ്മെന്റ് കൊടുക്കുന്ന ചില ഗ്ലാൻസും 2 സൈഡിലായിട്ട് പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റസ്. 2 എണ്ണം വരുന്നുണ്ട്. A pair of delicate duct called vas deferens and a single medial ejaculatory duct. Okay, the ejaculatory duct ആണ് പിന്നീട് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ജെനൈറ്റൽ പോറിലോട്ട്, ഈ പുറത്തെ റീജിയനിലോട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെയാണ്. ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ ഈ ജെനൈറ്റൽ പോറിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഗൊണാപ്പോഫൈസസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കോപ്പുലേഷൻ. കോപ്പുലേഷൻ എന്ന് വെച്ചാൽ സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? സെമിനൽ വെസൈക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ദ സ്പേംസ്. ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനെ സെമിനൽ വെസൈക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആൻഡ് ആവശ്യമുള്ള സമയത്ത് അതിന് എന്ത് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഈ പറയുന്ന ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ റിലീസ് ചെയ്യായിരിക്കും സമയമുണ്ടാവുക. അപ്പൊ ഈ സെമിനൽ വെസൈക്കിൾ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ആ ഭാഗത്ത് കുറച്ച് ഗ്ലാൻസ് വരുന്നുണ്ട്. മഷ്റൂം ഗ്ലാൻഡ്, ഫാലിക് ഗ്ലാൻഡ്, ഗോൺഗ്ലോബേറ്റ് ഗ്ലാൻഡ്. ആക്സസറി സ്ട്രക്ചേഴ്സ് ആണ്, സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ്. ഈ ഗ്ലാൻസ് ഒക്കെ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? സ്പേമിന് വേണ്ടിയിട്ട് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആരില്? കോക്രോച്ചിൽ. ഇതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും എ പെയർ ഓഫ് ഓവറി വരുന്നുണ്ട്. ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഈ ലൈൻ സ്ട്രക്ചേഴ്സ് അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒവേറിയോൾസ് എന്ന് പറയുന്നത്. 2 ഓവറി വരുന്നുണ്ട്. 2 ഓവറീസിന്റെ ഉള്ളിലും ഈ സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പൊ 2 ഒവേറിയോൾസും വരുന്നുണ്ട്. ആൻഡ് ദിസ് ഓവറി ഈസ് ഓപ്പൺ ടു എ പോയിന്റ് നോൺ ആസ് ഓവി ഡക്ട്. ഓക്കെ, ആൻഡ് ഈ ഓവി ഡക്റ്റ് ആണ് പിന്നീട് ജോയിൻ ചെയ്തിട്ട് കോമൺ ഡക്റ്റ് അല്ലെങ്കിൽ വെജൈനയായിട്ട് മാറുന്നത്. ഓക്കെ, ഈ വെജൈനയുടെ ഉള്ളിൽ കാണുന്ന ഒരു കുഞ്ഞൊരു സ്പേസ് ആണ് സ്പെർമാതീക്ക എന്ന് പറയുന്നത്. ഓക്കെ, സ്പെർമാതീക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് എന്ത് നടക്കുന്നത്? സ്പെർമാതീക്കയിലാണ് സ്പേംസിനെ റിസീവ് ചെയ്ത് വെക്കുന്നത്. അതായത് കോപ്പുലേഷൻ നടന്നിട്ട് മെയിൽസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്പേംസിനെ പിന്നീട് എത്തിക്കുന്നത് ഈ പറയുന്ന സ്പെർമാതീക്ക എന്ന് പറയുന്ന സ്ട്രക്ചറിലോട്ടാണ്. പിന്നെ എന്താ അവിടെ വരുന്നത്? സ്പെർമാതീക്ക കഴിഞ്ഞിട്ട് ഈ സ്പെർമാതീക്കയുടെ അതിനുശേഷം 2 ഗ്ലാൻസ് വരുന്നുണ്ട്, വിച്ച് ആർ കൊളാറ്റേറിയൽ ഗ്ലാൻസ്. 2 ഗ്ലാൻസ്. ഈ കൊളാറ്റേറിയൽ ഗ്ലാൻസ് ഓപ്പൺ ചെയ്യുന്നത് ജെനൈറ്റൽ പൗച്ചിന്റെ ഭാഗത്തോട്ടാണ്. ആൻഡ് പിന്നെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗൊണാപ്പോഫൈസസ് എന്ന് പറയുന്ന സ്ട്രക്ചറുമാണ്. ഓക്കെ, സ്ട്രക്ചേഴ്സ് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ്. 2 ഓവറീസ് വരുന്നുണ്ട്. ആൻഡ് അതിന്റെ ഉള്ളിലായിട്ട് എന്ത് വരുന്നുണ്ട്? ഒവേറിയോൾസ് വരുന്നുണ്ട്. ഈ ഓവറി ഓപ്പൺ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓപ്പൺഡ് ഇൻ ടു ആൻ ഓവി ഡക്ട്. ഓൾ ദ ഓവറീസ് യുണൈറ്റ് പോസ്റ്റീരിയർലി ആൻഡ് ഇറ്റ് ഓപ്പൺ ഇൻ ടു ദ ഓവി ഡക്ട്.
The last lateral oviduct, they unite to form short medial oviduct and it opens into a wide region called vagina. അതാണ് എങ്ങോട്ട് oviduct ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, വെജൈന ആയിട്ട് മാറുന്നത്. ഈ വെജൈനയുടെ ഉള്ളിലാണ് ആരുള്ളത്, സ്പെർമാത്തീക്ക ഉള്ളത്. സ്പെർമാത്തീക്ക എന്താ ചെയ്യുന്നത്, it receives the sperms. 3 pair of gonapophyses are present between the female genital pore and anus. This assists in the copulation. ഓക്കെ, ഗൊണാപ്പോഫൈസസ് കണ്ടില്ലേ, ഇതാണ് ഗൊണാപ്പോഫൈസസ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്, ഓവുലേഷന് വേണ്ടിയിട്ട്, എഗ്ഗിൻ്റെ റിലീസിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ്, അല്ലെങ്കിൽ കോപ്പുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഗൊണാപ്പോഫൈസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കൊലാട്രൽ ഗ്ലാൻഡ്സ് ഇല്ലേ, കൊലാട്രൽ ഗ്ലാൻഡ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗ് റിലീസ് ചെയ്യൂലേ, ഇപ്പോൾ ഇവർ ഇൻസെക്ട്സിൻ്റെ കേസിലാവുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, മുട്ട ഇട്ടിട്ടാണ് ചെയ്യുന്നുണ്ടാവുക, ഇതുണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ ആ മുട്ടയുടെ പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഇല്ലേ, ആ കവറിങ്ങിൻ്റെ സെക്രീഷനൊക്കെ, ഐ മീൻ ആ കവറിങ് ഉണ്ടാവാൻ വേണ്ടിയുള്ള സെക്രീഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ഈ കൊലാട്രൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദേ അസിസ്റ്റ് ഇൻ കോപ്പുലേഷൻ ആൻഡ് ഓൾസോ ഇൻ ലേയിങ് എഗ്സ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഊത്തീക്ക. എഗ് കവറിങ്ങിനെയാണ് നമ്മൾ ആ പറയുന്നത്, ആ ഊത്തീക്കയുടെ പ്രൊഡക്ഷന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കൊലാട്രൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, എ പെയർ ഓഫ് ബ്രാഞ്ച്ഡ് ആക്സസറി ഗ്ലാൻഡ്സ് കോൾഡ് കൊലാട്രൽ ഗ്ലാൻഡ്സ് ഓപ്പൺ ഇൻ ടു ദ ജെനൈറ്റൽ പോർച്ച് and these helps in the secretion of ootheca. Different insects shows many kinds of variation from this basic plan. ഇതാണ് ഒരു ബേസിക് പ്ലാൻ, സാധാരണ ഇൻസെക്ട്സിൽ കാണിക്കുന്ന ഇങ്ങനെ ഒരു ബേസിക് പ്ലാൻ ആണ്. പിന്നെ ഓരോരോ ഇൻസെക്ട്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. Earn Marks, your perfect learning partner.